അയ്യപ്പൻ ചേട്ടാ, ഇപ്പോ നമ്മൾ അടുത്ത് കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയന്റെ ഒരു അഭിമുഖത്തിന് വേണ്ടി ചിലവഴിച്ച 11 ലക്ഷത്തിന്റെ കണക്കുകളാണ്. ഇപ്പൊ ആ ഒരു 11 ലക്ഷത്തെ മറികടന്നുകൊണ്ട് ഒരു റീലിന് 10 ലക്ഷം രൂപ. ഇത് മറ്റാരുമല്ല, മുഹമ്മദ് റിയാസിന്റെ ഒരു റീലിന്റെ കണക്കാണ് PV അൻവർ പുറത്തേക്ക് മാധ്യമങ്ങളോട് പറയുന്നത്. മരുമകനസത്തെ പറയുമ്പോൾ പൊള്ളുന്നു, തന്നെ വ്യക്തി അധിക്ഷേപം നടത്തുന്നു. ഒരു റീലിന് 10 ലക്ഷമൊക്കെ മരുമകൻ എഴുതി തള്ളുന്നതിന് പിന്നെ മരുമകനസം എന്നല്ലാതെ എന്താണ് പറയുക? അല്ല, ഇതില് PV അൻവർ പറഞ്ഞു പോകുന്നത് അദ്ദേഹം മരുമകനിസം എന്നൊരു പ്രയോഗം നടത്തിയതിനെ ഇപ്പോൾ അദ്ദേഹത്തിനെ എല്ലായിടത്തും സൈബർ ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തിനെ ഈ CPM സൈബർ ഹാൻഡിലുകൾ കളിയാക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസഹിഷ്ണുതയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു പൊതുവേദിയിൽ അവരുടെ തന്നെ ഒരു പാർട്ടി അനുഭാവി ചോദിച്ച ചോദ്യത്തിന് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹം, നമ്മൾ പല സംസാരത്തിലും നമ്മൾ പറഞ്ഞതായിരുന്നു, കൊല്ലത്ത് പ്രേമചന്ദ്രൻ എന്ന RSP നേതാവിനെ പരനാറി എന്നൊരു പ്രയോഗം പറഞ്ഞത്, പിന്നെ അവരുടെ ഭാഷാ നിഘണ്ടുവിലെ പലതരം പ്രയോഗങ്ങളും പറഞ്ഞതും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. രണ്ട്, ഈ പറയുന്ന റീലിന് വേണ്ടി 10 ലക്ഷം രൂപ ചിലവാക്കിയ കാര്യം, അതാണ് മരുമോനിസം എന്ന് തന്നെ പറഞ്ഞത്. ഇവിടെ ഇത് നമ്മൾ പറയുമ്പോൾ ഇവർക്ക് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഈ മലയാളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും ചാനലുകളിലും മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി, അതായത് PRD വഴിയാണ് പേയ്മെന്റ് കൊടുത്തുകൊണ്ടാണ് അത് സോഷ്യൽ മീഡിയയിൽ വരെ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വരെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വരുന്നുണ്ട്. അദ്ദേഹം അങ്ങനെയല്ല, അദ്ദേഹം ഇങ്ങനെയല്ല. ഇപ്പൊ മോഹൻലാലുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം ഒരു സന്യാസിയുടെ സ്വഭാവം ഉള്ള ഒരാളെന്നാണ് അദ്ദേഹം സ്വയം പറഞ്ഞത്. കഴിഞ്ഞ എത്രയോ നാളായിട്ട് ഒരു സന്യാസി ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നതെന്നാണ് പറഞ്ഞത്. സന്യാസി സ്വഭാവമുള്ള ഒരു അസഹിഷ്ണുക്കളാകില്ല, അസഹിഷ്ണുക്കളാവും. പുരാണത്തില് ഒരു സന്യാസിയുടെ വായിൽ നിന്നും ചെറ്റയെന്നും പരനാറിയിൽ നിന്നും പദം വരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. സന്യാസി എന്ന് പറയുമ്പോൾ ആ ജീവിതം ഒരു സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ത്യജിച്ചിട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും വില കൂടിയ കാറിൽ സഞ്ചരിക്കേണ്ട കാര്യം? സന്യാസി ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥാനമോഹങ്ങളും എല്ലാം ഈ പറയുന്ന കാമം, ക്രോധം, ലോഭം ഇതെല്ലാം ഉപേക്ഷിച്ച് എല്ലാം കഴിഞ്ഞ് ഒന്നിനോടും ആഗ്രഹമില്ലാതെ, ദേഷ്യമില്ല, സ്നേഹമില്ല, അല്ല ആ ഒരു വികാരത്തിന്റെ അപ്പുറത്തേക്ക് കടന്നു പോയി അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ ഒരു സന്യാസി ആകുക എന്ന് പറയുന്നത്. എല്ലാത്തിനോടും ഒരു ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പരമോന്നത അവസ്ഥ. വെറും സ്നേഹത്തെ അല്ല, സ്നേഹം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടമുള്ള വിഭാഗത്തോട് മാത്രം സ്നേഹം തോന്നുന്നൊരു രീതിയല്ലല്ലോ. എല്ലാവരോടും സ്നേഹം, ആരോടും പ്രശ്നങ്ങളില്ലാത്ത അത്തരം ഒരു അനുഭൂതിയിൽ എത്തുമ്പോഴാണ് സന്യാസമാവുന്നത്. ഇതിപ്പോ സന്യാസത്തിന്റെ കണ്ണൂർ വെർഷൻ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സന്യാസി. ചിലപ്പോ ദുർവാസ്രാവ് അദ്ദേഹത്തെ ഒരു സന്യാസി മഹർഷിയായിട്ടൊക്കെ ആണല്ലോ കാണുന്നത്. അതിന്റെ മറ്റൊരു വെർഷൻ ആയിരിക്കും ഇത്. ദുർവാസ്രാവ് ആ കാലത്ത് അങ്ങനെ പറഞ്ഞുള്ളൂ. ഈ കാലത്ത് ദുർവാസ്രാവ് വെർഷൻ 2.0 ആവുന്ന സമയത്ത് ഇങ്ങനത്തെ ഈ പദങ്ങളൊക്കെ വായിൽ നിന്ന് വരുന്നതും മൈക്കിനെ വളച്ചൊടിക്കുന്നതും അത്തരത്തിലുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കുന്നതും അങ്ങനെ ഒരാളായിരിക്കും. പിന്നീട് PV അൻവർ മറ്റു കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. അവിടുത്തെ ബേപ്പൂരിലെ 2 സ്ഥാനാർത്ഥികളാണ് മുഹമ്മദ് റിയാസും അതേപോലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് PV അൻവറും. അവിടെ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിന്റെ പോരായ്മയെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ അവിടുത്തെ പോരായ്മ നികത്താതെ സ്വന്തം PWD റെസ്റ്റ് ഹൗസിൽ 4 കോടി ചെലവാക്കുന്നു. അത് പോരാഞ്ഞിട്ട് മുഹമ്മദ് റിയാസ് പോകുന്നിടത്ത് ഒരു റീലിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ എഴുതി വാങ്ങുന്നു. ഇത് എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഭരണാധികാരി ഉള്ളത് കൊണ്ട് ഇതിനെ എങ്ങനെയാണ് മരുമകനസം എന്ന് വിളിക്കാതിരിക്കാൻ സാധിക്കുന്നത്? ഇതാണ് PV അൻവർ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ മാത്രം നമ്മൾ കുറ്റക്കാര്. അപ്പൊ ഇവർക്ക് ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ലേ? അതായത് ആതിര, ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന നേതാവ് ഒരു ന്യൂനപക്ഷ മുഖമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പാർട്ടിയിൽ ഇത്രയും പരിഗണന കിട്ടുന്നത്. അതായത് നമ്മൾ ഈ രാഷ്ട്രീയം നമ്മൾ നോക്കുന്നവർ, ശ്രദ്ധിക്കുന്നവർ, പഠിക്കുന്നവർ എന്ന രീതിയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിന്റെ DYFI കാലം മുതൽ, SFI കാലം മുതൽ തന്നെ ഇദ്ദേഹം കോഴിക്കോട് CPMനകത്ത് കോഴിക്കോട് ഒരു ന്യൂനപക്ഷ മുഖം എന്ന രീതിയിൽ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നാളിതുവരെ ഇവരുടെ 2ാം നിര നേതാക്കൾക്ക് ആർക്കും കിട്ടാത്ത ഒരു പരിഗണന റിയാസിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ബേപ്പൂർ സീറ്റ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്നത്, ബേപ്പൂർ ഒരു പാർട്ടി അനുഭാവമുള്ള അല്ലെങ്കിൽ നിരവധി പാർട്ടി വോട്ടുകളുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അവിടെ നിന്ന് അദ്ദേഹം ജയിക്കും എന്നുള്ള പൂർണ്ണമായ ഉറപ്പുള്ളതുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നത്. അദ്ദേഹം മരുമകൻ ആയതുകൊണ്ടാണോ, അതേ ഇനി മകൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ കരുതി വെച്ചിരിക്കുന്ന ആളായതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം ജയിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇന്നലെ വരെ, അതായത് ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആരും തന്നെ, 1ാം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവർ ആരും തന്നെ 2ാം മന്ത്രിസഭയിൽ വേണ്ട എന്നൊരു തീരുമാനം പിണറായി വിജയൻ എടുക്കുന്നത് ഒരു മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ട് മാത്രമാണ്.
അപ്പൊ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഏത് അഭിമുഖങ്ങളിലും അദ്ദേഹം പറയും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പൊ സന്യാസി ജീവിതമാണ് എന്ന് പറയുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി മറ്റൊരു പച്ചക്കള്ളമാണ് പറയുന്നത്, മരുമകനെ ഞാൻ ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്ന്. ഈ പറയുന്ന പെൻഷൻ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ആശാ വർക്കർമാരെ സമരവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു 150 രൂപ പോലും കൂട്ടിക്കൊടുക്കുക, ഇപ്പൊ 50 രൂപ എങ്ങനെയാണ് അവർക്ക് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുപോലും കൂട്ടിക്കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത, പിന്നെ പെൻഷൻകാർക്ക് കാശ് കൊടുക്കാൻ ഇല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മരുമകന്റെ ഒരു റീലിന് വേണ്ടി 11 ലക്ഷം രൂപ വരെ 10 ലക്ഷം രൂപ വരെ നമ്മൾ ചെലവാക്കുന്നത്. അപ്പൊ ഇവിടെ ഇത്ര മാത്രമേ പറയാനുള്ളൂ. മരുമകനെ മന്ത്രിയാക്കിയതിന്റെ പേരിൽ പാർട്ടിയിലുള്ള രണ്ടാം നിര നേതാക്കളേക്ക് ആരും ചോദ്യവും ഉത്തരവും പറയാതിരിക്കാൻ വേണ്ടി അവരെയും മന്ത്രിയാക്കി. ഇനി പടിപടിയായി ഈ ന്യൂനപക്ഷ മുഖം എന്ന രീതിയിൽ മരുമകനെ ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, പി.വി. അൻവർ ചോദിക്കുന്നത് പോലെ അവിടുത്തെ ഓരോ ജനങ്ങളും ചോദിക്കണമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് അവിടെ ബേപ്പൂര് റെസ്റ്റ് ഹൗസ് അല്ലെ, അവിടുത്തെ ഗസ്റ്റ് ഹൗസ് മോടി പിടിപ്പിച്ച് അതിൽ ചെലവാക്കുന്നുണ്ടെങ്കിൽ മരുമകനിസം തന്നെയാണ് അവിടെ കണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്, അപരന്മാരെ നിർത്തുന്ന, അപ്പൊ അൻവറിന് പകരം, അത് അവരുടെ ഒരു രീതിയാണ്. അവർക്ക് ഒരാളെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് ഒരാളെ ഈ പറയുന്ന രീതിയിൽ തോൽപ്പിക്കും. ഇപ്പൊ അൻവറിനെ സംബന്ധിച്ച് അൻവർ ഇത് തോറ്റാലും ജയിച്ചാലും അൻവറിന് കിട്ടുന്ന ഒരു മെരിറ്റ് എന്ന് പറയുന്നത് ഈ പാർട്ടിയിടത്ത് നിന്ന്, പാർട്ടിയുടെ ബൾക്ക് വോട്ട് പാർട്ടിക്ക് അവിടെ ഉള്ളതാണ്. അവിടെ ഇദ്ദേഹത്തിനെതിരെ പറയുക എന്നുള്ളത് തന്നെയാണ്. ആ പറയുന്നതും അവിടെ അദ്ദേഹം നടത്തുന്ന പര്യടനവും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ജയം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അൻവർ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയില് പറഞ്ഞൊരു വേർഡായിരുന്നു മരുമകനിസം എന്നുള്ളത്. കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ അൻവറിന് അറിയാവുന്നത്, അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ആഭ്യന്തരത്തിൽ കൊള്ളുമെന്നുള്ളൊരു അറിവ് അൻവറിന് അറിയാവുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ എന്താണ് ഇവിടുത്തെ ആ ഒരു വെച്ച് വാഴ്വ അല്ലെങ്കിൽ വാഴ്ന്നു പോകുന്നത് ഇതിനെ പറ്റിയിട്ട് തന്നെ അൻവർ പറഞ്ഞത്. അപ്പൊ അതവിടെ കൊണ്ടു. അതാണ് പറയുന്നത്, എനിക്കെതിരെ വ്യക്തി അധിക്ഷേപം നടന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഒരാളെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അൻവർ ആണെങ്കിൽ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിലും നമുക്ക് അൻവർ എന്താണ് ഇതിനെപ്പറ്റി, ഇന്നിപ്പോ കഴിഞ്ഞ തവണ പറഞ്ഞതിനെക്കാട്ടിൽ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോ ശ്രീ പിണറായി വിജയന്റെ മുഖം മിനുക്കലുമായി ബന്ധപ്പെട്ട 11 ലക്ഷത്തിന്റെ കണക്ക് മുന്നോട്ട് വരുമ്പോഴാണ് ഈ പി.വി. അൻവർ ഇങ്ങനെ ഒരു ആരോപണമായി വരുന്നത്, 10 ലക്ഷത്തിന്റെ കണക്ക്. അപ്പോ അതൊരു ചെറിയ കണക്കല്ല. ഇപ്പൊ സാധാരണ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ പണം ചെലവഴിക്കുന്ന പോലെ ആയിരിക്കാം ആഭ്യന്തരത്തിന്റെ വകുപ്പിൽ നിന്ന് ഇത്തരമുള്ള പണം ചെലവഴിച്ചു പോകുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കണം, ബേപ്പൂരിൽ ആശാ വർക്കർമാരില്ലേ, അവിടെ ഇത്തരമുള്ള ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങളില്ലേ, നേഴ്സന്മാരല്ലേ, അത് ഒരു കാര്യം ഉദ്യോഗാർത്ഥികളില്ലേ, നേഴ്സുമാര്. ഈ പറയുന്ന യുവരാജാവ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് നഗരത്തിലൂടെ പോകുമ്പോൾ ഒരു തേരിൽ യാത്ര ചെയ്ത് പോകുന്ന പോലെ ഒരു തുറന്ന ജീപ്പിൽ പോകുമ്പോൾ നേഴ്സസിന്റെ സമരം നടക്കുമ്പോൾ അവർ കൂകി വിളിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? ഒരാഴ്ചക്ക് മുന്നേ നടന്നൊരു സംഭവമാണ്. പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ നഴ്സസിന്റെ സമരത്തിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു അരിയിട്ട് വാഴൽ ഈ റിയാസിന്റെ മേൽ അദ്ദേഹം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പെൻഷൻകാർക്ക് കൊടുക്കാൻ കാശില്ലാത്തപ്പോൾ അദ്ദേഹത്തിന്റെ റീലിന് വേണ്ടി കാശ് ചിലവാക്കുന്നത്. അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇത് ബേപ്പൂര് പി.വി. അൻവർ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അൻവർ ബേപ്പൂരിൽ മാത്രമല്ല സംസാരിക്കേണ്ടത്, അൻവർ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് സംസാരിക്കും. അത് സംസാരിക്കണം, അതിനുള്ള ഐഡിയ ഉണ്ടാകാം. കാരണം എന്ന് വെച്ചാൽ അൻവറിന് പറയാൻ നിരവധി കാര്യങ്ങളുണ്ടാവും. അൻവർ ഒരു വേള ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന ഒരാളാണ്. എന്ന് മുതൽ അൻവർ ഇതിൽ നിന്ന് മാറി എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ശശി എന്ന് പറയുന്ന ഒരാളെ അവിടെ കൊണ്ടുവന്ന് അവരോധിക്കുന്നുണ്ട്. അതായത് സർവ്വ തെമ്മാടിത്തരങ്ങളും ആഭ്യന്തര വകുപ്പിലെ അല്ലെങ്കിൽ ഭരണത്തിൽ ഈ കണ്ട എല്ലാ തെമ്മാടിത്തരങ്ങളും എങ്ങനെ ചെയ്തു പോകാം എന്ന് അറിയാവുന്ന ഒരാളാണ് പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നെഗറ്റീവിസം ആർക്കൊക്കെ ഉണ്ടോ ആ നെഗറ്റീവിസം ഉള്ളവരെ കൊണ്ടുവരിക, എന്നോട് ഇവർ ആരുണ്ട് ചോദിക്കാൻ എന്ന് പിണറായിയുടെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരുമ്പോഴാണ് അൻവറുമായി തെറ്റുന്നത്. അൻവറിന് വളരെ നല്ല ഈ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാവൂ എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പല കാര്യങ്ങളും അൻവറിനറിയാം. അൻവർ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ പുറം ലോകം അറിയും. അത് കോൺഗ്രസിന് അറിയാം, വി.ഡി. സതീശന് അറിയാം. അതവർ മുതലാക്കിയാൽ അവർക്ക് തന്നെ നല്ലത്. അല്ല, എന്തായാലും അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. അപ്പോ അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് അൻവറിന്റെ ഉദ്ദേശം. അതേപോലെ അൻവർ പറയുന്ന വാക്കുകൾക്ക് ഈ വ്യക്തി അധിക്ഷേപം നടത്തുന്നത് ചിലപ്പോൾ ഇടത് സൈബറിടങ്ങളായിരിക്കാം. പക്ഷെ ഞാൻ കണ്ടിപ്പോ രണ്ടാമത്തെ അദ്ദേഹം സംസാരിക്കുന്ന വേളയിൽ ഒരുപാട് ആൾക്കാർ അൻവറിനോടൊപ്പം നിൽക്കുന്നത് കാണുന്നുണ്ട്. അൻവർ തരംഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബേപ്പൂരുകാരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അൻവറിന് ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ആ സപ്പോർട്ട് വോട്ടുകളായി മാറുമോ എന്നുള്ളത് നമുക്ക് കാണാം. വരും ദിവസങ്ങളിൽ ഇവർ കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നുണ്ടാവും. ആ കൺവെൻഷനുകളുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർ ബേപ്പൂരിനെ സംബന്ധിച്ച് പറയാൻ പോകുന്നത്? ബേപ്പൂരിന്റെ അല്ലെങ്കിൽ നമ്മൾ പുറംമൂടിയിൽ കാണുന്ന അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ റീൽസിലൂടെ കാണുന്ന ബേപ്പൂരിനെ ആയിരിക്കില്ല
PV അൻവർ പുറത്ത് പറയാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്താണ് ബേപ്പൂരിൽ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതെന്ന്.